ഈ സൂഫിസത്തിനെ പറ്റി സത്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ, നമ്മൾ എത്ര അക്കാഡമിക് ആയിട്ട് വിമർശനം ഉന്നയിച്ചാൽ എന്താ അതിന്റെ അവസ്ഥ? ഇപ്പൊ ഈ ഇപ്പൊ സൂഫിസായിട്ട് ബന്ധപ്പെട്ട് കുറെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളൊക്കെ വീഡിയോസ് അടക്കം അതിൽ പല സ്ഥലത്ത് സൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിന്റെ അടിയിലെല്ലാം വരുന്ന കൊമന്റ്സ്, അത് പലരും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമ്പോൾ അതിലൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, അതിന്റെ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ, അതിന്റെ ഒരു 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 എന്താണ് തളച്ചു പൊങ്ങുന്ന ഇൻടോളറൻസ്, അതിന്റെ ഒരു വയലൻസ്, അതിലെ തെറിവിളികൾ, നമ്മളെ പല നെയിം കാളിങ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതായത് നമ്മളെ ഒരു 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 ഭീകരവാദി എന്നടക്കം എന്തൊക്കെ രൂപകങ്ങളാണ് അതിലേക്ക് കടന്നു വരുന്നത്. അതായത് ഇസ്ലാമോഫോബുകൾ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി, ടെററിസ്റ്റുകളായി ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാത്തരം മെറ്റഫറുകളും വാക്കുകളും അത് വാരി വെതറപ്പെടുകയാണ് ഈ കൊമന്റ്സിൽ. അതായത് ഈ പറഞ്ഞ പോയിന്റിനോടൊന്ന് എൻഗേജ് ചെയ്യാനോ, അതിനോടൊന്ന് വൈജ്ഞാനികമായി പ്രതികരിക്കാനോ, അതൊരു ഡിസ്കഷൻ എടുക്കാനോ, അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി അതിലെന്തെങ്കിലും ഒരു മറുവാദം അവതരിപ്പിക്കാനോ, അല്ലെങ്കിൽ ഒരു മുസ്ലിം സഹോദരൻ എന്നുള്ള നിലക്ക് സ്നേഹപൂർവ്വം ഒരു കോൺവെർസേഷൻ മുതിരാനോ, അങ്ങനത്തെ ഒരു എൻഗേജ്മെന്റ് ഉണ്ടാക്കാനോ ഒന്നും ഒരിക്കലും ശ്രമിക്കാതെ ഡിസ്മിസ് ചെയ്ത് ഡീബങ്ക് ചെയ്ത് അത് അയാളെ തെറി വിളിച്ച് അതായത് ഇസ്ലാമോഫോബിക് ഡിസ്കോഴ്സിന്റെ അതിൽ നിന്നുള്ള എല്ലാ വെക്കാബുലറി കടമെടുത്ത് ഇതാണ് ഇപ്പോൾ പറയുന്ന സൂഫിസം. ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഇവിടുത്തെ ഇതിനെ എതിർക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു തരം പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സും ഇല്ല. അവർക്ക് മുസ്ലിങ്ങളുടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോട് എൻഗേജ് ചെയ്യാൻ കഴിയില്ല. ഉണ്ടാകാം, ഞാൻ പറയുന്നത് സൂഫിസത്തെ വിമർശിക്കുന്ന ആൾക്കാരിൽ അങ്ങനത്തെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു പക്ഷത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്നും, ഇവർ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന സൂഫികളെ അവരുടെ ഇടയിൽ ഇത് വ്യാപകമായിട്ടുണ്ടെന്നും അവരിതിൽ നിന്നൊന്നും മുക്തമല്ല എന്നും ഇവർ ഈ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, സൂഫിസം കൊണ്ടുണ്ടാകുന്ന ഒരു നിസ്സംഗത, ഒരു സാത്വികത, വളരെ നിർമ്മലമതത്വത്തോടു കൂടി ലോകത്ത് നോക്കിക്കാണാം. അങ്ങനത്തെ ഒന്നും ഒരു പരിശീലനം ഇവർക്കാർക്കും കിട്ടുന്നില്ല എന്നുള്ളതും വളരെ വളരെ ക്ലിയർ ആണ്.